നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു വാവകൾക്ക് 8 months, 9 months, 7 months ആ സമയത്ത് നമ്മൾ കട്ടി ആഹാരങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഒക്കെ പറ്റിയ 3 ഈസി റെസിപ്പീസ് ആണ് ബേബി ഫുഡിൻ്റെ ഞാനിന്ന് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആപ്പിൾ, ഡേറ്റ്സ്, ഏത്തപ്പഴം, ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ 3 റെസിപ്പീസ് ഉണ്ടാക്കാൻ പോകുന്നത് ബേബി ഫുഡിനുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ എടുത്ത് തൊലി കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അതിന് നമുക്ക് കട്ട് ചെയ്ത് തൊലി മാറ്റിയതിന് ശേഷം വീണ്ടും ആപ്പിൾ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ദേ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇത് പാത്രത്തിലേക്ക് മാറ്റുക. മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്, ഒരു കുറച്ച്, അതായത് ഒത്തിരി ആകാതെ ഈ ആപ്പിളിൻ്റെ ഒരു റേഷ്യോയ്ക്ക് അനുസരിച്ച് എത്ര വെള്ളം വേണോ അത് കൂടുതലാകാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അതിരുന്ന് അവിടെ വേകട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം അത് ഏത് പരുവമായി എന്നുള്ളത്. അപ്പോൾ ഇതേ വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആപ്പിൾ. അപ്പോൾ ഒരുപാട് വേവിക്കണ്ട, ആപ്പിളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതേ വെന്ത് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിത് ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തു. ഇത് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആപ്പിൾ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദേ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈന്തപ്പഴം റെസിപ്പിയാണ്. അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ, ഏകദേശം സെയിം തന്നെയാണ്. ഈന്തപ്പഴം കുരു കളഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്പൂണിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കട്ടി പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇനി കുറച്ചും കൂടെ വേകാനുണ്ട്. കുറച്ചും കൂടെ വെന്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മിക്സിയിൽ ആക്കിയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഏകദേശമായി. ഇനി നമുക്ക് മാറ്റാം കേട്ടോ. അതേ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതാണ് ഈന്തപ്പഴം റെസിപ്പി കേട്ടോ, ബേബി ഫുഡിൻ്റെ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത്തപ്പഴത്തിൻ്റെയാണ്. ഏത്തപ്പഴം ദേ ഈ രീതിയിൽ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഏത്തപ്പഴം ഞാൻ വെള്ളത്തിലല്ല ആവിയിലാണ് വേവിക്കുന്നത്. അതാകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വേവിച്ചെടുത്തതിന് ശേഷം ദേ മാറ്റി വെച്ചിട്ടുണ്ട്, തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ജാറിലേക്ക് മാറ്റി ഇനി നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ വെള്ളം, ചൂടുവെള്ളം തന്നെ ഇതിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏത്തപ്പഴത്തിൻ്റെ ഇതിന് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ദേ അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്, ഏത്തപ്പഴത്തിൻ്റെ റെസിപ്പിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 3ഉം ഒരേ മെത്തേഡ് തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും വളരെ സിമ്പിളും ആയിട്ടുള്ളതാണ്. ഒരുപോലത്തെ ആയതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനും ചെയ്തെടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.